ഈശോമിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, പരിശുദ്ധ അമ്മ മാതാവിനെ പോലെ എളിമയും വിനയവും ഉള്ളവരായിരിക്കുവാൻ നിത്യസഹായകനായ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അണക്കര മരിയൻ ധ്യാനകേന്ദ്രത്തിൽ സെക്കൻഡ് സാറ്റർഡേ കൺവെൻഷൻ കൂടുവാൻ വേണ്ടി പോയപ്പോൾ ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടിയാണ് പോയത്. കൺവെൻഷനൊക്കെ കഴിഞ്ഞു അച്ഛൻ്റെ കൈയൊപ്പ് മേടിക്കുവാൻ വേണ്ടി ആൾക്കാരിങ്ങനെ നിൽക്കുകയാണ്. ഭയങ്കര തിരക്കാണ്. അപ്പോൾ ഈ പുരുഷന്മാരുടെ സൈഡിൽ നീളത്തിലൊരു അരക്കെട്ടി കെട്ടിയിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും അതിലിങ്ങനെ കയറിയിരിക്കുകയാണ്. ആ സമയത്താണ് അങ്ങേയറ്റത്ത് നിന്ന് ഒരു അച്ഛൻ നടന്നു വരുന്നത്. ഒരു അച്ഛൻ വരുമ്പോൾ, ഒരു പുരോഹിതൻ വരുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് നിൽക്കണം, അവരെ ബഹുമാനിക്കണം. എന്നാൽ ഒരാൾ പോലും ഈ അച്ഛനെ കണ്ടിട്ട് എഴുന്നേറ്റ് നിൽക്കുന്നില്ല. എൻ്റെ അടുക്കലെത്താറായപ്പോൾ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, എഴുന്നേറ്റ് നിൽക്കുവാൻ പറഞ്ഞു. പരിശുദ്ധാത്മാവ് ഇങ്ങനെയൊക്കെയും നമ്മളോട് സംസാരിക്കും. അപ്പോൾ ഞാൻ ഈ അച്ഛനെ കണ്ടപ്പോൾ എഴുന്നേറ്റ് നിന്നു. ഇത് കണ്ടപ്പോൾ അച്ഛൻ എൻ്റെ അടുക്കൽ വന്നിട്ട് എൻ്റെ തോളിൽ തട്ടിയിട്ട് പറഞ്ഞു, നീ എന്തിനാടാ എഴുന്നേറ്റ് നിന്നത്? ഈശോ നിന്നെ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയൊക്കെ കിട്ടുന്ന അനുഗ്രഹങ്ങൾക്ക് വല്ലാത്തൊരു വിലയുണ്ട്. ഞാനിത് പറയുവാൻ കാരണം, ഒരിക്കൽ ഒരു സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവിടയാക്കിയപ്പോൾ ഈ സഹോദരിക്ക് കുട്ടികളില്ല. അപ്പോൾ ഞാൻ ഈ സഹോദരിയോട് പറഞ്ഞു, ഈശോ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കുഞ്ഞുങ്ങളെ തന്ന് അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമ്മൾ അടുക്കൽ ഒരാൾ പ്രാർത്ഥിക്കാൻ വേണ്ടി വരുമ്പോൾ ആദ്യമേ ഇവരോട് ബന്ധനം കെട്ടുമല്ല പറയേണ്ടത്, നമ്മൾ ഇവരോട് പ്രത്യാശ കൊടുക്കണം. ഞാൻ ഇവരോട് പറഞ്ഞു, ഈശോ നിങ്ങളെ കുഞ്ഞുങ്ങളെ ഉറപ്പായിട്ടും തരുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ സഹോദരി പറഞ്ഞു, ഇത് കേട്ട് മടുത്തു, എൻ്റെ ജീവിതത്തിൽ 7 വർഷമായി ഇനിയൊന്നും സംഭവിക്കുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ സഹോദരിയോട് ഇങ്ങനെ ചോദിച്ചു, പരിശുദ്ധാത്മാവ് ചോദിക്കുവാൻ പറഞ്ഞു, ഉള്ളിൽ ആരോടാണ് ഒത്തിരി വെറുപ്പും വിദ്വേഷവും ഉള്ളത് എന്ന് ചോദിച്ചപ്പോൾ ഈ സഹോദരി പറഞ്ഞു, അവളുടെ കാര്യം എന്നോട് ചോദിക്കണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു, ഇത് ആരാണ് ഈ അവളെന്ന് ഉദ്ദേശിച്ചത് എന്ന് ചോദിച്ചപ്പോൾ ഈ സഹോദരി പറഞ്ഞു, എൻ്റെ അമ്മായിമ്മയെ പറ്റി തന്നെയാണ് പറഞ്ഞത്. ഈ അമ്മായിമ്മ കാരണമാണ് ഇതൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ഈ സഹോദരിയോട് പറഞ്ഞു, നമ്മുടെ മാതാപിതാക്കന്മാരെ പോലെ കാണുന്നവരാണ് അമ്മായിമ്മയും അമ്മായിപ്പനൊക്കെ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ദൈവാനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയില്ല എന്ന് ഈ സഹോദരിയോട് ഒത്തിരി കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. എന്നാൽ ഈ സഹോദരിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളുവാൻ സാധിച്ചില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോൾ ഈ സഹോദരിക്ക് മാനസാന്തരം ഉണ്ടായി. ഈ സഹോദരി പറഞ്ഞു, എനിക്ക് തെറ്റുപറ്റി, ഞാൻ കുമ്പസാരത്തിലൊക്കെ പാപങ്ങൾ ഏറ്റു പറയാമെന്ന് ഞാൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ കടന്നു വരുവാനുള്ള ഒറ്റ മാർഗം എന്ന് പറയുന്നത് പരിശുദ്ധ കുമ്പസാരം മാത്രമേ ഉള്ളൂ. ഈ സഹോദരി കുമ്പസാരിക്കാമെന്ന് ഏറ്റു. ഈ സഹോദരി പോയി കുമ്പസാരിച്ചു, ഈശോയെ സ്വീകരിച്ചു. ഈ സഹോദരിയുടെ ജീവിതത്തിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചു. പ്രിയപ്പെട്ടവരെ, ഞാനിത് പറയുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെയൊക്കെയുള്ള തടസ്സങ്ങളും വിവാഹം നടക്കാതെയും കുഞ്ഞുങ്ങളില്ലാതെയും ജോലി കിട്ടാതെയും ഒക്കെ ഇരിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മളിതുപോലെ ചില വ്യക്തികൾക്ക്, മാതാപിതാക്കന്മാർക്ക് അല്ലെങ്കിൽ പുരോഹിതന്മാർക്ക്, സന്യസ്തര്, ദൈവ ശുശ്രൂഷകളുള്ളവരെയൊക്കെ നമ്മൾ ബഹുമാനിക്കണം. അല്ലാതെ നമ്മൾ സഭയിലുള്ളവരെയും അവർ ഇങ്ങനെ കാണിച്ചു, അവിടെ ഇങ്ങനെ അടി കൂടുന്നു, ഇവിടെ ഇങ്ങനെ കൂടുന്നു എന്നൊക്കെ നമ്മൾ വിമർശിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ട അനുഗ്രഹങ്ങൾ നമ്മൾ തന്നെ തടസ്സപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മ മാതാവിനെ പോലെ എളിമയും വിനയവും ഉള്ളവരായിട്ട് മാറുവാൻ, ഞാനീ പറയുന്നതൊക്കെ കുഞ്ഞു കാര്യങ്ങളാണ്. പക്ഷേ ഈ കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്തവരുടെ ജീവിതത്തിൽ കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ ഓരോരുത്തരെയും ഈശോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യോശുവ പ്രവാചകൻ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു, നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുകയും നാളെ നിങ്ങളുടെ ഇടയിൽ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഈശോ സക്കേവൂസിന്റെ ഭവനത്തിലേക്ക് കടന്നു ചെന്നപ്പോൾ ഈശോ പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളിലുള്ള കുറവുകൾ, നമ്മളിലുള്ള പാപാവസ്ഥകളൊക്കെ നമ്മൾ കുമ്പസാരത്തിൽ ഏറ്റു പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, കുമ്പസാരിക്കുക, ഇത് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ പാപങ്ങൾ ഏറ്റു പറഞ്ഞാൽ നമ്മൾ ദൈവവുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിലേക്ക് കടന്നു വരികയാണ്. നമ്മൾ ഈശോയെ സ്വീകരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവാനുഗ്രഹങ്ങൾ കടന്നു വരും. ഈശോ നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മ മാതാവിന്റെ മാധ്യസ്ഥവും വിശുദ്ധ മിഖായേൽ ദൂതന്റെ സംരക്ഷണവും എപ്പോഴും നമ്മൾ ഓരോരുത്തരോടും കൂടി ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.